ശക്തമായ പോരാട്ടം നടക്കുന്ന കൊട്ടാരക്കരയിലെ NDA സ്ഥാനാർത്ഥിക്കൊപ്പമാണ് 24 ഇപ്പോഴുള്ളത്. രശ്മിയാണ് ഒപ്പമുള്ളത്. ഇത്രയും ദിവസത്തെ പ്രചാരണത്തിൽ നിന്ന് എത്രത്തോളമുണ്ട് പ്രതീക്ഷ? ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ പ്രചരണ പ്രവർത്തനങ്ങളുമായി എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി മിക്കവാറും എല്ലാ ദിവസവും രാവിലെ 7 മണി കഴിയുമ്പോൾ ക്ഷേത്രങ്ങളിൽ പൊങ്കാലയാണ്. 1-2 പൊങ്കാലകൾ ഒരു ദിവസം തന്നെ ഉണ്ടാകും. അത് മാക്സിമം കവർ ചെയ്യാനായി സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിലെയും കടകമ്പോളങ്ങൾ കയറി ഇന്ന് വെളിയം പഞ്ചായത്ത് കൂടെ ആവുമ്പോൾ കടകമ്പോളങ്ങൾ 7 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം കടകമ്പോളങ്ങൾ പൂർത്തീകരിക്കുകയാണ്. മണ്ഡലത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തിയാണ്. ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് ഈ മുന്നണി മാറ്റമാണ്. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രചാരണം നടത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ അനുഭവപ്പെടുന്നത്? താങ്കൾ ചോദിച്ചതുപോലെ മുന്നണി മാത്രമേ മാറിയിട്ടുള്ളൂ. രശ്മി എപ്പോഴും രശ്മി തന്നെയാണ്. തികച്ചും ഈ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും നന്നായി അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശിഷ്യ കശുവണ്ടി ഫാക്ടറിയിൽ ചെല്ലുമ്പോൾ അമ്മമാരുടെ പ്രതികരണം അതെനിക്കേറെ പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ്. മിക്കവാറും പ്രദേശങ്ങളിലെല്ലാം യുവാക്കളടക്കം നമുക്ക് അനുകൂലമായ ഒരു സമീപനവുമായാണ് മുന്നോട്ട് പോകുന്നത്. അതിലുപരിയായി എൻ്റെ സഹപ്രവർത്തകർ, എല്ലാ പഞ്ചായത്തിലെയും സഹപ്രവർത്തകർ ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നതുള്ളത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. മുൻപുണ്ടായിരുന്ന മുന്നണിയിൽ നേരിട്ട അവഗണന, അതുകൊണ്ടാണ് NDAയിലേക്ക് വരാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. ഇപ്പോൾ ഇവിടേക്ക് വന്നതിന് ശേഷം മുന്നണി മാറ്റത്തിൽ എന്തെങ്കിലും വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ടോ? ചിലർ മാത്രം വോട്ട് ചോദിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോൾ നെഗറ്റീവ് എനർജി തരുന്ന വർത്തമാനങ്ങൾ വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് പറയുന്നത്. മാറ്റം അനിവാര്യമായിരുന്നു, ഇത് നേരത്തെ ആവണമെന്നായിരുന്നു എൻ്റെ സഹപ്രവർത്തകരായിരുന്ന പലരും പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് മാറിയതിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ താങ്കൾക്കെതിരെ ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, വിമർശനങ്ങളെ എക്കാലത്തും പോസിറ്റീവായി കാണുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും നാളും ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ പിടിച്ചു നിൽക്കാനായി സാധിച്ചിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും വിമർശനങ്ങൾ വളരെ ചുരുക്കം പേർ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആ വിമർശനങ്ങളെയെല്ലാം ഞാൻ പോസിറ്റീവായി തന്നെ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് രശ്മി എന്ന വ്യക്തി UDFൽ നിന്ന് NDAയിലേക്ക് വരുന്നത്, അത് സീറ്റ് മോഹിച്ചാണോ? അതിനുള്ള മറുപടി എന്താണ്? ഒരു സീറ്റ് മോഹിച്ച് മാത്രമല്ലല്ലോ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ നിൽക്കേണ്ടത്. ആർക്ക് സീറ്റ് കൊടുത്താലും അവരോടൊപ്പം നിൽക്കേണ്ടവരാണ് പൊതുപ്രവർത്തകർ. അവിചാരിതമായി എനിക്ക് NDAയിലേക്ക് കടന്നു വന്നപ്പോൾ സീറ്റ് ലഭിച്ചു. ആ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പോലും NDA ഉയർത്തുന്ന ആശയങ്ങളുമായി മുന്നോട്ട് പോകും. ഇടത് മണ്ണാണ് കൊട്ടാരക്കര ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. എന്തൊക്കെയാണ് കൊട്ടാരക്കരയ്ക്ക് വേണ്ടി മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ഉറപ്പുകൾ? നമുക്കറിയാം, നമ്മുടെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല കേരള സംസ്ഥാനത്തിൽ നിന്നാകെ ഇന്ന് യുവാക്കൾ ജോലിക്ക് വേണ്ടി മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതെല്ലാം മാറ്റി കൊട്ടാരക്കരയിൽ നല്ലൊരു തൊഴിലിടം സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും. അതിലുപരിയായി നമുക്കറിയാം, കൊട്ടാരക്കരയിൽ ഗതാഗതക്കുരുക്ക് ഇന്നും മാറാത്ത ഒരു NHും MC റോഡും കൂടി ചേരുന്ന ഒരു ഭാഗമാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത്. അവിടെ അനുഭവപ്പെടുന്ന ട്രാഫിക് ജാം എന്ന് പറയുന്നത് എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടോടു കൂടി കാണുന്ന ഒരു കാര്യമാണ്. ഇന്ന് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ബാലഗോപാലാണ് LDF സ്ഥാനാർത്ഥിയായി എനിക്കെതിരെ മത്സരിക്കുന്നത്. അദ്ദേഹവും ഞാനും ഒരേ സമയമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ സമയം അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് കൊടുത്ത ആദ്യ വാഗ്ദാനം എന്ന് പറയുന്നത് കൊട്ടാരക്കരയിലെ ട്രാഫിക് ജാം അവസാനിപ്പിച്ച് ഓവർ ബ്രിഡ്ജ് അടക്കം ബൈപ്പാസ് അടക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ്. നാളിതുവരെയായി അദ്ദേഹത്തിന് ഇത് പൂർത്തീകരിക്കാനായി സാധിച്ചില്ല. 15 വർഷക്കാലം ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയായിരുന്നു അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്കും ആ 15 വർഷക്കാലം അത് പരിഹരിക്കാൻ സാധിച്ചില്ല. ആദ്യ പരിഗണന നൽകുന്നത്, തീർച്ചയായും കൊട്ടാരക്കരയിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കൊരവസരം നൽകിയാൽ ആദ്യ പരിഗണന നൽകുന്നത് ട്രാഫിക് ജാം അവസാനിപ്പിച്ച് ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുന്നതിനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതിലുപരിയായി നമുക്കറിയാം, കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം
താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ അത്താണിയാണ്. ആ താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റാൻ ഇപ്പം അടൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മുഖച്ഛായ ഇന്ന് അമ്പാടെ മാറിയിരിക്കുന്നു. പക്ഷേ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരടക്കം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു അത്താണിയായിട്ടുള്ള ആതുര സേവന കേന്ദ്രമാണ് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നാൽ അതിന്ന് രോഗി സൗഹൃദമല്ല. അതിലുപരിയായി നമുക്കറിയാം ധാരാളം കുറേ കെട്ടിടങ്ങൾ അവിടെ ഇവിടെയും ചെയ്തു വെച്ചു എന്നല്ലാതെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായി ബാലഗോപാലിന് സാധിച്ചിട്ടില്ല ഉള്ളത് തന്നെയാണ് കൊട്ടാരക്കരയുടെ മുഖമായ ആ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകും. അതിലുപരിയായി നമുക്ക് എല്ലാവർക്കും അറിയാം ETC എന്ന് പറയുന്നത് വലിയൊരു സമുച്ചയമാണ്. ആ ETCയുടെ സമീപങ്ങളിൽ ധാരാളം പുറമ്പോക്ക് വസ്തു കിടപ്പുണ്ട്. ആ വസ്തു ഏറ്റെടുത്തുകൊണ്ട് അവിടെ നല്ലൊരു കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകും. പ്രവർത്തകരിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ ഇത്തവണ രശ്മിക്ക് വോട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും മാറ്റം ആഗ്രഹിക്കുന്ന പലരും എന്നോട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവരെല്ലാം വോട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ അപ്പോൾ ഇത്തവണ താമര വിരിയും എന്നാണ്? ഉറപ്പായും താമര വിരിയും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി രശ്മി ഉള്ളത്. കൊട്ടാരക്കര ത്രികോണ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പോരാട്ടം ഇവിടെ നടക്കുകയാണ്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.